നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇലക്ട്രോ മാഗ്നറ്റിസം അതിൻ്റെ കണ്ടിന്യൂഷനായിരുന്നു പഠിക്കുന്നത്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ യൂസുകളാണ്, നമ്മൾ എവിടെയൊക്കെയാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതിന് ആവശ്യമുള്ള എന്താ വെച്ചാൽ കുറച്ച് കോപ്പറിൻ്റെ ഇതേപോലെ വയറും അതിനെ നമ്മൾ ഇതിൻ്റെ നടുവിൽ അയേൺ കോർ എന്ന് പറയും. അതിൻ്റെ മുകളിൽ ചുറ്റാണെങ്കിൽ ഇത് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. എന്നിട്ട് അത് ബാറ്ററിയിൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന ഇതേപോലെ ഒരു ഡിവൈസാണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഇതിനെ ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെവിടെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും, എവിടെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ഡിവൈസസ് ദാറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. നമ്മൾ ബാറ്ററിൻ്റെ കണക്ഷൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ അങ്ങോട്ട് പോകും, മാഗ്നറ്റിക് പവർ അങ്ങോട്ട് പോകും. ഓക്കെ, മാഗ്നറ്റിക് പവർ പോകും. അപ്പം ഓൺലി വെൻ ദേ ആർ കണക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് സോഴ്സ്. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ടെമ്പററി മാഗ്നറ്റ്സ് എന്നാണ്, ടെമ്പററി മാഗ്നറ്റ്സ്. അപ്പം ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് നോർമൽ ബാർ മാഗ്നറ്റ് ആണ്. ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക്. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെറും സ്പ്രിങ് പോലത്തെ ആ ചുറ്റിയ ഒരു ഡിവൈസാണ് സോളിനോയിഡ് എന്ന് പറയുന്നത് അല്ലേ, കണ്ടക്ടറിനെ. അപ്പോൾ അതിന് നടുവിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്തുള്ള ഇതാണ് നമ്മളുടെ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഒരറ്റം നമ്മൾ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മളുടെ ബാർ മാഗ്നറ്റിൻ്റെ അതേ പ്രോപ്പർട്ടിയാണ് കാണിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നിട്ടുള്ള മാഗ്നറ്റിസം ഈസ് പെർമനൻറ്റ്. ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിസം പെർമനൻ്റ് ആണ്, നമ്മളത് എന്ത് ചെയ്താലും അത് മാറ്റം വരില്ല. പക്ഷേ നമ്മളുടെ കറൻറ്റ് ക്യാരിങ് സോളിനോയിഡ് ആണെങ്കിലോ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്തായിരിക്കും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ടെമ്പററി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മാഗ്നറ്റിസം ഈസ് ടെമ്പററി. പിന്നെ ഓൾറെഡി അവർ തന്ന് മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വേരീഡ്. നമ്മൾ എങ്ങനെ ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോപ്പർ വയർ ഇൻക്രീസ് ചെയ്യാം അല്ലേ, ഇതിൻ്റെ എണ്ണം കൂട്ടാം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. അതേപോലെ തന്നെ ഇവിടെ സപ്ലൈ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും കറൻറ്റ് ക്യാരിങ് സോളിനോയിഡിൽ. പക്ഷേ ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് വാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെങ്ത് കനോട്ട് ബി വാരീഡ്. അത് പെർമനൻ്റ് ആയതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിടത്ത് നമുക്കറിയാം നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. ഇത് നോർത്ത് പോളും സൗത്ത് പോളും ഒരു പ്രാവശ്യം നമ്മളത് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ കറൻറ്റ് ക്യാരിങ് സോളിനോയിഡിൻ്റെ നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി, സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അപ്പോൾ എന്താവും? ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ആവും. ഇപ്പോൾ നോർത്ത് സൗത്ത് ഉള്ളത് നമ്മൾ പൊളാരിറ്റി ഓഫ് സെല്ല് മാറ്റിക്കഴിഞ്ഞാൽ പോൾസും അതേപോലെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ്. അപ്പം ഇതിൻ്റെ കേസിൽ പൊളാരിറ്റി മാറ്റാൻ പറ്റും, ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ പൊളാരിറ്റി മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ യൂസസ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ്, അപ്പം ഇരുമ്പിൻ്റെ വസ്തുക്കളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊക്കിയെടുക്കാൻ വേണ്ടി ക്രെയിൻസ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്, സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. അതായത് നമ്മൾ ജങ്ക് യാർഡിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് കൊണ്ട് യൂസ് ചെയ്യുന്ന ക്രെയിൻസ് ആണ്. അതേപോലെ ടയർലെസ് ആയിട്ടുള്ള കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ട്രെയിൻ ഉണ്ട്, മാഗ്ലേവ് ട്രെയിൻ എന്ന് പറയും, മാഗ്നറ്റിക് എലിവേഷൻ എന്നാണ് അതിന് പറയുന്നത്. അവിടെ ടയേഴ്സ് ഒന്നുമില്ല, താഴെ റെയിലും മുകളിൽ വേറൊരു കോൺടാക്റ്റിലുള്ള ഒരു മാഗ്നറ്റിക് കോമ്പണൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ കൂടെ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യുമ്പം ഈ ട്രെയിൻ ശരിക്കും ആ റെയിലിന്
കുറച്ച് മുകളിലേക്ക് പൊന്തി നിൽക്കും, എയറിൽ പോകുന്ന പോലെ ആയിരിക്കും ഈ മാഗ്ലീവ് ട്രെയിൻ പോകുന്നത്. ഓക്കെ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ റെസോണൻസ്, മാഗ്നറ്റിക് റെസോണൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് സ്കാനിങ്ങിൻ്റെ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. പിന്നെ ഇലക്ട്രിക് മോട്ടോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസേജാണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിനി കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്, ദ ഫിഗേഴ്സ് ഓഫ് കറണ്ട് ക്യാരിങ് കണ്ടക്റ്റിംഗ് ലൂപ്സ് ആർ ഗിവൺ ബിലോ, വിച്ച് ഫിഗേഴ്സ് ഗീവ്സ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് ദ എൻഡ് യു ആർ ഫേസിങ്. അപ്പം നമ്മൾ നോക്കുന്ന ഭാഗത്ത് ഇപ്പം നമ്മൾ കണക്ട് ചെയ്തത് ഇങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ കൂടെ നമ്മൾ ഈ ഒരു എൻഡ് കൂടെ നോക്കുകയാണെങ്കിൽ, അല്ലേ, പോസിറ്റീവ് ടെർമിനലിൽ കൂടെ നമ്മളൊരു എൻഡ് കൂടെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, അതെങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യാന്നൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലേ, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പം പോസിറ്റീവ് ടെർമിനലിലേക്ക് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനാകണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണോ? അപ്പം പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മളവിടെ എന്താ പറയുക, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ നോക്കിയിട്ടാണ് നമ്മൾ ആ എൻഡ് നോർത്ത് പോളാണോ സൗത്ത് പോളാണോ ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിൽ തന്നെ. അപ്പോൾ ഇവിടെ ഒരു സോളിനോയിഡാണ്, ഇങ്ങനെ സ്പ്രിങ് ഷേപ്പ് വരുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എ എന്ന് പറയുന്ന എൻഡ് പോസിറ്റീവായിട്ടുള്ള ടെർമിനലിനോടും ബി എന്ന് പറയുന്ന എൻഡ് നെഗറ്റീവായിട്ടുള്ള ടെർമിനലിനോടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എൻഡ് എ. അപ്പോൾ എൻഡ് എൻ്റെ മാഗ്നറ്റിക് പൊളാരിറ്റി എന്തായിരിക്കും, അതായത് നോർത്ത് പോൾ ആയിരിക്കുമോ സൗത്ത് പോൾ ആയിരിക്കുമോ, അതാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ബി എന്താ, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എൻഡ് ബി, എൻഡ് ബിൻ്റെ മാഗ്നറ്റിക് പൊളാരിറ്റി എന്തായിരിക്കും. അപ്പം എൻഡ് എ കൂടെ നോക്കുമ്പം ഇപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ നമുക്കറിയാം, അല്ലേ, പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക, അല്ലേ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം എൻഡ് എ കൂടെ നോക്കുമ്പം നമ്മളൊരു റൂള് പഠിച്ചിരുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂളിൽ നമ്മളും അങ്ങനെ ഫിസ്റ്റ് ഇങ്ങനെ പൂട്ടി അങ്ങോട്ട് അടച്ചു വെക്കുക, തമ്പ് മുകളിലോട്ടേക്ക് ഫേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മളുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കറണ്ട് ലൂപ്പ് എങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പം ഇവിടെയാണ് നമ്മൾ തമ്പ് ഇങ്ങനെ വെക്കുന്നത് വിചാരിക്കുക, തമ്പ് ഇങ്ങനെ വെക്കുകയാണ്. അപ്പം ഫിംഗേഴ്സ് ശരിക്കും എങ്ങനെ വരണം, തമ്പ് നമ്മൾ വെക്കുമ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ് കാണുന്നതെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, ഇപ്പോൾ നമ്മൾ തമ്പ് ഇങ്ങനെ വെച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോൾ എനിക്ക് ഇത് കൂടെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തമ്പ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഫിംഗേഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും, അല്ലേ, ഇങ്ങോട്ടേക്കായിരിക്കും ഫിംഗേഴ്സ് പോയിൻ്റ് ചെയ്യുക. അപ്പം അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. റൈറ്റ് ഹാൻഡ് നമ്മൾ റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ആ എ എന്ന് പറയുന്ന എൻഡിന് കൂടെ തമ്പ് ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ പൊസിഷൻ നോക്കാം. ഫിംഗേഴ്സിൻ്റെ പൊസിഷൻ നോക്കുമ്പം ശരിക്കും ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന പോലെയല്ലേ തിരിയുന്നത്, അല്ലേ, അങ്ങനെ തന്നെയല്ലേ തിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും, അതൊരു സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ് നമ്മളുടെ കറണ്ടിൻ്റെ, അതേപോലെ കറണ്ട് മൂവ് ചെയ്യുമ്പം നമ്മളുടെ കൈയിൻ്റെ വിരലുകൾ നിൽക്കുന്ന പൊസിഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും, സൗത്ത് എന്ന് പറയുന്ന പോളായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ബീൻ്റെ മുന്നിൽ കൂടെയാണ് നോക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടെയാണ് ബി എൻഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബി എന്ന് പറയുന്ന എൻഡ് കൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം, ബി എന്ന് പറയുന്ന എൻഡ് കൂടെ നമ്മൾ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബി എന്ന് പറയുന്ന എൻഡ് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് ഇപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും, അത് നോർത്ത് പോൾ ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നത്, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ എൻഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും, നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ കൂടെ നമ്മളിപ്പം കണ്ടു, പോസിറ്റീവ് ടെർമിനലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതേത് എന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. അപ്പോൾ ഇതല്ല ഇതിൽ കറക്റ്റ് വരുന്നത്, അല്ലേ, സൗത്ത് പോൾ ഇങ്ങനെയാണ് വരുന്നത്, അതാണ് സൗത്ത് പോൾ.
ഇനി നോർത്ത് പോൾ എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ടെർമിനലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, നോർത്ത് പോൾ ആയിരിക്കും. അപ്പം ഇവിടെയാണ് പോസിറ്റീവ് വെച്ചിട്ടുള്ളത്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ക്ലോക്ക് വൈസ് ആയിരിക്കണം. പക്ഷേ ഇവിടെ കണ്ടു, ഇവിടെ നെഗറ്റീവ് എൻഡാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സൗത്താണോ? നെഗറ്റീവ് എൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരുന്നത്, അല്ലല്ലോ. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് അല്ലേ, നോർത്ത്. അപ്പോൾ പോസിറ്റീവ് ഇങ്ങനെയാണ്, ഇവിടെയാണ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് അതിൻ്റെ ആൻസർ പറയും. ഓക്കെ, ഇതിന് ബേസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഒരു ഹോംവർക്ക് ആയിട്ട് എടുക്കും. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയും. നമ്മളുടെ ഫാനിൻ്റെ അകത്താണെങ്കിലും വാഷിംഗ് മെഷീൻ്റെ അകത്താണെങ്കിലും മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാത്തിലും അതുണ്ട് ഇലക്ട്രിക് മോട്ടോഴ്സ് ഉണ്ടാവും അല്ലേ. ഈവൻ ടോയ് കാർസിൻ്റെ അകത്ത് വരെ ഇലക്ട്രിക് മോട്ടോഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഏതെങ്കിലും ഭാഗം തിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫാനിൻ്റെ ഭാഗം നോക്കുക. ഫാനിൻ്റെ അകത്ത് എന്തുണ്ട്? മോട്ടറുണ്ട്. ആ മോട്ടർ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഫാനിൻ്റെ ചിറക് എന്ന് പറയും, വിങ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പം ആ കോയിൽ എന്ന് പറയുന്ന ഭാഗം ഇതിനകത്ത് കറങ്ങുമ്പം ആ മോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡൊക്കെ ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫാനിൻ്റെ ചിറക് വിങ്സ് ടേൺ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ അവിടെ കറണ്ട് യൂസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫാനിൻ്റെ ചിറകുകൾ തിരിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഭാഗം മൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക, അതാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ എന്താണ്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയായിട്ട് മാറ്റുന്ന ഒരു ഡിവൈസാണ് ഇലക്ട്രിക് മോട്ടോർ. അവിടെ ഇത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും അവരുടെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാവുന്നൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫോഴ്സാണ് റൊട്ടേഷണൽ മോഷനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. ആ റൊട്ടേഷണൽ മോഷനെ വിളിക്കുന്ന ഒരു ടോർക്ക് എന്നാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എങ്കിൽ ഇപ്പോൾ ടോർക്കിനെ പറ്റിയൊന്നും പേടിക്കേണ്ട. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ മോഷൻ ക്യാൻ ബി യൂസ് ടു പവർ വേരിയസ് ഡിവൈസസ്. ആ മെക്കാനിക്കൽ മോഷൻ നമ്മൾ വേറെ പല ഡിവൈസ് പവർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അത് ഹൗസ് ഹോൾഡ് അപ്ലയൻസ് മുതൽ മിക്സി അങ്ങനത്തെ സാധനങ്ങൾ മുതൽ ഇൻഡസ്ട്രിയൽ മെഷീനറി വരെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് ഈ ഇലക്ട്രിക് മോട്ടോർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റൂള് പഠിക്കണം. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതേപോലെ ഇവർ തമ്മിലുണ്ടാകുന്ന ഇൻട്രാക്ഷൻ കാരണം ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റൂളാണ് നമ്മളുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിക്കുമ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വിരലുകൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വിരലുകൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെക്കുമ്പം ഇവിടെ വരുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ഫിംഗറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഫിംഗർ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഫിംഗർ, ഇതാണ് നമ്മളുടെ തമ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുക. അപ്പം ഫസ്റ്റ് ഫിംഗർ പോയിൻറ്റ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ചൂണ്ട വിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് വിചാരിക്കുക. നമ്മളുടെ മിഡിൽ ഫിംഗർ അത് എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? നമ്മളുടെ തള്ളവിരലിൻ്റെ തമ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനുകൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം വാട്ട് ഈസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വെൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. അത് കണ്ടുപിടിക്കുന്ന റൂളാണ് എന്ത്? നമ്മളുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ തമ്പ്, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, ലെഫ്റ്റ് ഹാൻഡ് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പം ഫസ്റ്റ് ഫിംഗർ പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. സെക്കൻഡ് ഫിംഗർ പോയിൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് പോയിൻറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്, ഡി സി മോട്ടോർ. അപ്പോൾ എക്സാമിന് ഡി സി മോട്ടറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കും. ഈ ഡി സി മോട്ടർ നമ്മൾ സാധാരണ ടോയ് കാർസിൻ്റെ അകത്താണ് കൂടുതൽ കാണുന്നത്. ഡി സി മോട്ടർ അതിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റ്സ്. ഫീൽഡ് മാഗ്നറ്റ് എന്നാണ് അതിന് പറയുന്നത്, ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ആ ഫീൽഡ് മാഗ്നറ്റിൻ്റെ അകത്ത് കാണുന്ന ഈ ഷേപ്പുള്ള ഒരു സാധനമുണ്ട്. ഇത് ശരിക്കും എന്താ വെച്ചാൽ ഇതൊരു ആർമേച്ചർ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ കോപ്പർ വയർ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. കുറേ കോപ്പർ വയറിൻ്റെ ടേൺസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മൾ എന്താ പറയുന്നത്, ആർമേച്ചർ എന്ന് പറയും. ആ ആർമേച്ചറിന് പുറത്തേക്ക് വരുന്ന ഒരു വയറുണ്ടല്ലോ, ഒരു എൻഡ്. ആ എൻഡ് ഇവിടെ കാണുന്ന ഇതാണ് നമ്മൾ സ്പ്ലിറ്റ് റിങ് എന്ന് പറയുന്നത്. റിങ് ഫുൾ റിങ് അല്ല, ഇതേപോലെ സ്പ്ലിറ്റാണത്. അതിലത്തെ ഒരു എൻഡ്, ഈ വയറിൻ്റെ ഒരു എൻഡ് ആ സ്പ്ലിറ്റ് റിങ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, മറ്റേ എൻഡ് അടുത്ത സ്പ്ലിറ്റ് റിങ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ സ്പ്ലിറ്റ് റിങ് ഇതാ, ഈ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഇവിടുന്ന് കണ്ടോ ഈ ബ്ലൂ സാധനം ഇവിടെ കാണിച്ചത്, അത് വേറൊരു ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു പാർട്ട് ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടാവും. ഈ ആർമേച്ചർ ഇങ്ങനെ കറങ്ങും അല്ലേ, ഇങ്ങോട്ടേക്കാണ് ഇത് കറങ്ങുന്നത്. ഈ ഡയറക്ഷനിലേക്ക് ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമ്പം ഇപ്പോൾ ഇവിടെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതാണ് ആ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും, നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഈ ആർമേച്ചറിന് പാരലായിട്ട് പോകും അല്ലേ. ആർമേച്ചറിന് പാരലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പം എന്തായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഈ ബാറ്ററിൻ്റെ ഒരു ടെർമിനൽ ഇവിടെ കണ്ടു യെല്ലോ ബോക്സ് പോലെ, അതിനാണ് നമ്മൾ ബ്രഷ് എന്ന് പറയുന്നത്, കാർബൺ ബ്രഷ് എന്ന് പറയും. ആ കാർബൺ ബ്രഷായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കാർബൺ ബ്രഷ് മൂവ് ചെയ്യൂല, പക്ഷേ ഈ ആർമേച്ചറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഈ സാധനം, ഇത് കിടന്നിങ്ങനെ കറങ്ങും അല്ലേ, അതിങ്ങനെ കറങ്ങുന്നുണ്ടാവും. അപ്പം പോസിറ്റീവ് ടെർമിനൽ ഈ ബ്രഷിനകത്തും നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും കണക്റ്റഡ് ആയിരിക്കും. അപ്പം എന്താ സംഭവിക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചതല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇതിൻ്റെ കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ ആർമേച്ചർ എന്ത് സംഭവിക്കും, ആ ആർമേച്ചർ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും അല്ലേ, അതങ്ങോട്ട് കിടന്ന് കറങ്ങാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കിടന്ന് കറങ്ങുമ്പം അത് മൂവ്മെൻറ്റ് ചെയ്യാനൊരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഷാഫ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും പാർട്ട് കറക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഡി സി മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ട് ഇത് കൂടെ പാസ് ചെയ്യുമ്പോൾ, ആർമേച്ചർ കൂടെ പാസ് ചെയ്യുമ്പം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വന്ന്, അപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പം ഈ ആർമേച്ചർ കിടന്നിങ്ങനെ കറങ്ങാൻ തുടങ്ങും. ആ കറക്കം നമ്മൾ വേറൊരു പാർട്ട് കറക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് നമ്മളുടെ ഡി സി മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അതാണ്. അപ്പം ഇവിടെ പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാം. ഇനി നമ്മളിവിടെ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ടല്ലോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അത് വെച്ച് പ്രയോഗിച്ച് നോക്കുമ്പം എവിടെയാണ് ഫോഴ്സ്, ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത് നോക്കണ്ടേ. അപ്പം ഇവിടെയാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് അല്ലേ. കറണ്ട് വരുന്നത് എവിടെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വിരൽ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ വിരലൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് ഫോഴ്സ് ഉണ്ടാവുക. ഈ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ എൻഡാണ് വിചാരിക്കാം, എ ബി, ഇതാണ് എ ബി എന്ന് പറയുന്ന എൻഡ്, ഇപ്പുറത്തുള്ളതാണ് സി ഡി എന്ന് പറയുന്ന എൻഡ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന എൻഡ് ഇത് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം ഇത് എങ്ങോട്ടേക്ക് ടേൺ ചെയ്യും, ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും, മുകളിലോട്ടേക്കായിരിക്കുമോ ഫോഴ്സ് വരിക, താഴോട്ടേക്കാണോ ഫോഴ്സ് വരിക, നമ്മൾ എങ്ങനെയാണ് നോക്കുക, നമ്മളുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കാം. അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഏത് വിരലാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഏതാണ്, നമ്മളുടെ മിഡിൽ ഫിംഗറാണ് കറണ്ട് ഡയറക്ഷൻ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ആ മിഡിൽ ഫിംഗർ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിഡിൽ ഫിംഗർ നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്ഷൻ, മിഡിൽ ഫിംഗർ വരുന്ന ഡയറക്ഷൻ നോക്കുക. അപ്പം തമ്പ് മുകളിലോട്ടേക്കായിരിക്കും വരുന്നത്, മിഡിൽ ഫിംഗർ പോയിൻ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്, കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പം വെൻ കറണ്ട് പാസസ് ത്രൂ എ ബി പാർട്ട് ഓഫ് ദ ആർമേച്ചർ,
ദ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അപ്വേർഡ്. ഇവിടെ എത്തുമ്പോൾ ഡയറക്ഷൻ മാറി അല്ലേ, ഡയറക്ഷൻ മാറിക്കഴിയുമ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ നമ്മളുടെ തമ്പ് എങ്ങോട്ടേക്കായിരിക്കും, താഴോട്ടേക്കായിരിക്കും. ഇപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ മുകളിലോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കറണ്ട് എത്തുമ്പം ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, താഴോട്ടേക്കായിരിക്കും. അങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക? അപ്പോൾ നമുക്കറിയാം ഒരു ടേൺ കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ഭാഗം ഇങ്ങോട്ട് വരും അല്ലേ, സി ഡി ഇപ്പുറത്ത് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണോ പാർട്ട് എത്തുന്നത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, താഴോട്ടേക്കായിരിക്കും. സി ഡി ഇവിടെ എത്തുമ്പം സി ഡിൻ്റെ ഫോഴ്സ് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മുകൾ ഭാഗത്തേക്കായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ കറണ്ടിൻ്റെ വ്യത്യാസം, സൈക്കിൾസ് ഇതിന് പറയും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാറ്റം കറക്റ്റായിട്ട് കറണ്ടിൻ്റെ അളവ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റൗണ്ട് ആയിരുന്നെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോ പ്രാവശ്യം ഈ കറങ്ങുമ്പം കറണ്ട് അവിടെ ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വെക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മെക്കാനിക്കൽ എനർജി ഫോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഓരോ പ്രാവശ്യം ഇത് കറങ്ങുമ്പോഴും എ ബീൻ്റെ ഇവിടെ എത്തുമ്പം അപ്വേർഡ് ആണെങ്കിൽ എ ബി ഇവിടെ എത്തുമ്പോൾ താഴോട്ടേക്കായിരിക്കും. സി ഡീൻ്റെ മുകളിൽ അങ്ങനെ മാറി 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 ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളുടെ മോട്ടറിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഇത് കറങ്ങും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, പുറമെയുള്ള വേറെ ഏതെങ്കിലും സാധനം ടേൺ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പം ഇവിടെ കണ്ടോ, അപ്പം ഇവിടെ അതേപോലെ തന്നെ ആ ഫോഴ്സിൻ്റെ ചെറിയൊരു ഗ്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കാം. ഒരു ഭാഗം താഴേക്ക് ഇങ്ങനെ പോകുമ്പം അപ്വേർഡ് ഫോഴ്സ് എങ്ങനെയാണ് പോകുന്നത്, ഡൗൺവേർഡ് ഫോഴ്സ് എങ്ങോട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഇവിടെ ടേൺ ചെയ്യുന്നത്. നമ്മളിവിടെ കാണിച്ച ചിത്രത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പം ഒരു ഭാഗത്തേക്ക് അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് ഡൗൺവേർഡ് ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്രഷ് ആ ഇലക്ട്രിസിറ്റി നിർത്താതെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആയല്ലോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പം എനർജി കൺവേർഷൻ നമ്മൾ പഠിച്ചു. എനർജി കൺവേർഷൻ എന്താ അവിടെ നടക്കുന്നത്? ഇലക്ട്രിസിറ്റി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കാരണം അതിൻ്റെ അകത്ത് എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ്സ് എ ഫോഴ്സ്. അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കി. അപ്പം ആ ഫോഴ്സ് ഉപയോഗിച്ച് റൊട്ടേഷൻ മോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂസ് ആയിട്ട് സ്പിൻ ചെയ്യാൻ നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്തു. പിന്നെ അത് പുറത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ പാർട്ട് തിരിക്കാനും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഷാഫ്റ്റ് തിരിയുമ്പം അത് കണ്ടിന്യൂസ് സ്പിന്നിങ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ എനർജി ടു പവർ കണക്റ്റഡ് എക്വിപ്മെൻറ്റ്. അപ്പോൾ ആ ഷാഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിരിയുമ്പം മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഉപകരണം തിരിക്കുന്നുണ്ടാവും. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? റോട്ടർ എന്ന് പറയാൻ കറങ്ങുന്ന ഭാഗം അല്ലേ. അപ്പം ഒരു റൊട്ടേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാവും വിത്ത് വൈൻഡിങ്സ് ഉണ്ടാവും. അതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ കറങ്ങാത്ത ഭാഗം. കറങ്ങാത്തതാണ് നമ്മളുടെ മാഗ്നറ്റ് കറങ്ങുന്നില്ല, ആർമേച്ചർ മാത്രമേ കറങ്ങുന്നുള്ളൂ അല്ലേ. ആർമേച്ചർ ദ കോയിൽ ഓഫ് വയർ അറൗണ്ട് വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. അപ്പോൾ ഈ റൊട്ടറാണ് നമ്മളുടെ ആർമേച്ചറാണ് കോയിൽ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ. പിന്നെ വരുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ്. അപ്പം ഡയറക്ഷൻ എ ബി സി ഡിൻ്റെ പൊസിഷനിലെത്തുമ്പോഴും സി ഡി എ ബിൻ്റെ പൊസിഷനിലെത്തുമ്പോഴും ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് റിവേഴ്സ് ആവുന്നുണ്ട് അല്ലേ, മാറുന്നുണ്ട്. അപ്പം ഇവരാണ് ഈ കമ്മ്യൂട്ടേറ്ററും ബ്രഷസും കൂടിയാണ് ആ റിവേഴ്സ് ചെയ്യുമ്പം കറണ്ടിൻ്റെ അവിടെ കട്ട് വരാതെ, കറണ്ട് അവിടെ നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഈ കമ്മ്യൂട്ടേറ്ററും ബ്രഷും. അതാണ് ഇവിടെ എൻഷുറിങ് കണ്ടിന്യൂസ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏത് പുറത്ത് മാറ്റുമ്പം റിങ് സ്പ്ലിറ്റ് ആകുമ്പം പിന്നെ കറണ്ടിൽ വ്യത്യാസം വരുന്നല്ലോ അല്ലേ. കറണ്ട് അവിടെ കട്ടാവില്ല, മറ്റേ ഭാഗം ആയിരിക്കും ബാറ്ററിയിൽ കോൺടാക്റ്റ് വരുന്നത്. എ ബിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കും മറ്റേ ഭാഗത്ത് സി ഡിയിൽ വരുമ്പം ബ്രഷായിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സ്പ്ലിറ്റ് റിങ് മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡയറക്ഷൻ മാറുന്നത് സ്പ്ലിറ്റ് റിങ്ങും മാറുന്നുണ്ട്. സ്പ്ലിറ്റ് റിങ് മാറുന്നത് കൊണ്ട്
ബാറ്ററിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അതുകൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ആ കണ്ടിന്യൂസ് ഫ്ലോ കാരണം ഒരിക്കലും നമുക്ക് ആ ഫോഴ്സ് അവിടെ കട്ടാവുന്നേ ഇല്ല. ഓക്കെ, നിങ്ങളൊന്നും കൂടി നോക്കണം, മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്നും കൂടി വായിച്ച് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എന്നെ ഡൗട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ കീ കോമ്പോണൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതേ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന വേറൊരു ഡിവൈസാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറും സെയിം ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഇത് നമ്മളുടെ സൗണ്ട് എന്താക്കി മാറ്റുന്നുണ്ട്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് അതിനെ മാറ്റി വീണ്ടും സൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഓഡിയോ സിഗ്നൽസ് റിസീവ്ഡ് ഫ്രം ദ മൈക്ക് കൂടെ നമ്മൾ സംസാരിക്കുന്ന ആ സൗണ്ടിനെ ആംപ്ലിഫയർ വഴി സൗണ്ടിൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്കർ കൂടെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്, അല്ലേ, സ്പീക്കർ കൂടെ കേൾക്കുന്നുണ്ട്. വോയിസ് കോയിൽ കൂടെ അത് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും ഉണ്ടാവുന്നത്. ദ കോയിൽ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് വൈബ്രേറ്റ്സ് ദ കോയിൽ ക്യാരിങ് ഇലക്ട്രിക് കറണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയാണ് വോയിസ് കോയിൽ ഉണ്ടാവും, നമ്മൾ സംസാരിക്കുന്ന ഭാഗത്ത് വോയിസ് കോയിൽ ഉണ്ടാവും. ആ വോയിസ് കോയിൽ പിന്നെ ഒരു പേപ്പർ ഡയഫ്രം, മാഗ്നറ്റിക് ഫീൽഡ്, അത് കണക്ട് ചെയ്യുന്ന വയർ, സോഫ്റ്റ് അയൺ ഷീൽഡ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിലുള്ളത്. അപ്പം ആംപ്ലിഫയറിന് സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുക, സൗണ്ടിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുക, എന്നിട്ടാണ് നമ്മൾ അതിനെ എവിടെ കണക്ട് ചെയ്യുന്നത്, നമ്മൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുക, സ്ട്രെങ്ത്ത് കൂട്ടുക, ഇതിൻ്റെ സൗണ്ട് സിഗ്നൽസിന് സ്ട്രെങ്ത്ത് കൂട്ടുക. അപ്പം ആ വയർ കൂടെ ആ സിഗ്നൽസ്, ഓഡിയോ സിഗ്നൽസ് ഇതിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഡയഫ്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഡയഫ്രത്തിൻ്റെ അവിടുത്തെ ഇവിടെയാണ് വോയിസ് കോയിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വയർ കൂടെ ആ സിഗ്നൽ ഇതിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ വോയിസ് കോയിൽ എവിടെ വെച്ചിട്ടുള്ളത്, രണ്ട് ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വോയിസ് കോയിൽ ഇതിൻ്റെ അകത്ത് വൈബ്രേറ്റ് ചെയ്യും, അല്ലേ, വൈബ്രേറ്റ് ചെയ്യുമ്പം നമുക്കറിയാം ഇതൊരു എന്തായിരിക്കും, കണ്ടക്ടറായിരിക്കും. ആ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു സാധനം, ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും, അല്ലേ. ഇതാണ് ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയുള്ള ഈ ഡയഫ്രം എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് സ്പീക്കറിൽ ശ്രദ്ധിച്ചാൽ ഇത് ശരിക്കും സൗണ്ട് വരുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പം എന്താണോ ഈ സിഗ്നൽ കൊണ്ടുവന്ന സൗണ്ട് അതങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും, എന്നിട്ടാണ് നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പം സെയിം തന്നെയാണ്, ഇലക്ട്രോമാഗ്നറ്റിസം തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു വോയിസ് കോയിലാണ് അവിടെയും. ആ വോയിസ് കോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പം എന്ത് സംഭവിക്കുന്നുണ്ട്, സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെയിം ഇലക്ട്രോമാഗ്നറ്റിസം തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടക്റ്റിംഗ് റോഡ് ഉണ്ട്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്റ്റിംഗ് റോഡാണ് ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബെൽ സ്വിച്ച് ടേൺ ഓൺ ചെയ്യുമ്പം ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ മെറ്റൽ റോഡ് എ ബി മൂവ്. അപ്പോൾ ഇവിടെയാണ് പോസിറ്റീവ് ടെർമിനൽ, അല്ലേ, പോസിറ്റീവ് ടെർമിനൽ ഇവിടെയാണ്. ഇവിടെ എത്തുമ്പം ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഈ എ ബി മൂവ് ചെയ്യുക, അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ, അങ്ങനെയാണ് ചോദിച്ചത്, അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മളുടെ എവിടെ വരുന്നത്, മിഡിൽ ഫിംഗറാണ്, അല്ലേ. മിഡിൽ ഫിംഗറുടെ നോക്കാം, കറക്റ്റ് ഇവിടെയാണ് നമ്മളുടെ മിഡിൽ ഫിംഗർ വരുന്നത്. ഈ ഡയറക്ഷനിലേക്കായിരിക്കും മിഡിൽ ഫിംഗർ വരുന്നത്, ഇങ്ങോട്ടേക്കായിരിക്കും നമ്മളുടെ മിഡിൽ ഫിംഗർ വരുന്നത്. മിഡിൽ ഫിംഗർ ഇങ്ങോട്ടേക്കായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്, നോർത്ത് ടു സൗത്ത്, കറക്റ്റ് നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ തമ്പ് എങ്ങോട്ടേക്കായിരിക്കും, മുകളിലോട്ടായിരിക്കും, അല്ലേ, മുകളിലോട്ടേക്കായിരിക്കും. അപ്പോൾ വെന്ത് ബെൽ സ്വിച്ച് ടേൺ ചെയ്യുമ്പം മെറ്റൽ റോഡ് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക, അപ്വേർഡ് ആയിരിക്കുമോ ഡൗൺവേർഡ് ആയിരിക്കുമോ, നമ്മളിപ്പോൾ വെച്ച് നോക്കിയ അനുസരിച്ചിട്ട് അപ്വേർഡ്, അല്ലേ. മെറ്റൽ റോഡ് വിൽ മൂവ് അപ്വേർഡ് ആയിരിക്കും മെറ്റൽ റോഡ് മൂവ് ചെയ്യുക. What should be done to keep the direction of motion of the rod unchanged while changing the direction of the current? ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഡയറക്ഷൻ ഓഫ് മോഷൻ റോഡ് അപ്വേർഡ് തന്നെ വേണം, പക്ഷേ ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ മാറ്റുന്നുണ്ട്, അതായത് മൈനസ് എവിടെയും പ്ലസ് എവിടെയും ആക്കുന്നുണ്ട്. പക്ഷേ റോഡ് അപ്വേർഡ് തന്നെ പോകണം. അതെങ്ങനെ ചെയ്യും, അത് ചെയ്യാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിൻ്റെ നോർത്ത് ഇങ്ങോട്ടാക്കുക, മാഗ്നറ്റിൻ്റെ സൗത്ത് ഇങ്ങോട്ടാക്കുക, നേരെ തിരിച്ചു വെക്കാം. അപ്പോഴും ഈ റോഡ് എങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ, മുകളിലോട്ടേക്ക് മൂവ് ചെയ്യുള്ളൂ. കറണ്ട് ഡയറക്ഷൻ മാറി, പക്ഷേ എ ബി മുകളിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം
പൊളാരിറ്റി ഓഫ് മാഗ്നറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ റോഡ് എങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുക, അപ്വേർഡ് തന്നെ മൂവ് ചെയ്യുക, കറൻറ്റും ഡയറക്ഷനും മാറ്റി. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൊളാരിറ്റി ഓഫ് മാഗ്നറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ്. ഷുഡ് ബി ചേഞ്ച്ഡ്. അതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ അപ്വേർഡ് തന്നെ ആയിരിക്കും. വാട്ട് ഈസ് എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ്? ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എനർജി കൺവേർഷൻ എന്താ വരുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ സൗണ്ട് എനർജി ആക്കി മാറ്റാണ്. ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. ഇതാണ് ഇവിടെ എനർജി കൺവേർഷൻ നടക്കുന്നത്. ഇനി നെയിം 2 ഡിവൈസസ് ദാറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എ മോട്ടോർ. ഇപ്പോൾ നമ്മൾ വീടുകളിൽ കാണുന്ന ഇലക്ട്രിക് ഫാൻ, മിക്സർ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ. ഇത് 2 ഡിവൈസ് മതി, ഞാൻ 3 എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന എന്തിൻ്റെ പ്രിൻസിപ്പിളിലാണ്? മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇതോടെ നമ്മളുടെ ഈ ചാപ്റ്റർ കൊണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെറ്റസ് എസ് ഉണ്ടല്ലോ, ആ ലെറ്റസ് എസ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.